وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أَفَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ إِنَّهُ بِكُلِّ شَيْءٍ بَصِيرٌ. أَمَّنْ هَذَا الَّذِي هُوَ جُندٌ لَكُمْ يَنْصُرُكُم مِّن دُونِ الرَّحْمَنِ إِنِ الْكَافِرُونَ إِلَّا فِي غُرُورٍ. أَمَّنْ هَذَا الَّذِي يَرْزُقُكُم مِّنْ أَمْسَكَ رِزْقَهُ بَل لَّجُّوا فِي عُتُوٍّ وَنُفُورٍ. أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَىٰ أَمَّن يَمْشِي سَوِيًّا عَلَى صِرَاطٍ مُّسْتَقِيمٍ. قُلْ هُوَ الَّذِي أَنشَأَكُمْ وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ ഖലീലൻ മാ തശ്കുറൂൻ. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തെയും പിന്നീട് ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സനാബിലിന്റെ പല അഡ്മിന്മാരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അതേപ്രകാരം പഠിതാക്കളിൽ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയവരുണ്ട്. ഒരു സഹോദരിയുടെ പ്രിയപ്പെട്ട മാതാവ് ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അഡ്മിന്മാരിൽപ്പെട്ട പ്രിയപ്പെട്ട അബൂബക്കർ ഹാജി അടക്കമുള്ള പലരും രോഗത്തിലാണ്, പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ളാഹിറും ബാത്തിനുമായ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, എല്ലാവിധ വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത്, മർഹമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം വരെ ഇസ്സത്തോടെ, അഭിമാനത്തോടെ മുസ്ലിമീങ്ങളായി ജീവിച്ച് മുസ്ലിമായി സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ, സംഗമിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ മുൽക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 18 ആയത്തുകൾ അൽഹംദുലില്ലാ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 19 മുതൽ 23 വരെയുള്ള 5 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പഠിക്കാനും പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 19 മുതലുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹനീയമായ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവലം യറൗ ഇലാ ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദുൻ. അവലം യറൗ, അവർ നോക്കുന്നില്ലേ, അല്ലെങ്കിൽ അവർ കണ്ടില്ലേ, ത്വയർ പക്ഷികൾ, ഇല ത്വയ്രി പക്ഷികളിലേക്ക്. അപ്പൊ പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? എങ്ങനെയുള്ള പക്ഷികളാണ്? ഫൗഖഹും, അവരുടെ മീതെ, അല്ലെങ്കിൽ അവരുടെ മേലെ. ആ പക്ഷികൾ സ്വാഫാത്തിൻ, അണിനിരന്നുകൊണ്ട്, വരിവരിയായി, ചിറക് വിടർത്തിക്കൊണ്ട്, വയഖ്ബിളിന, അവർ കൂട്ടുകയും ചെയ്യും, അവരുടെ ചിറകുകൾ അവർ കൂട്ടിപ്പിടിക്കുകയും ചെയ്യും. അവലം യറൗ ഇലാ ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിളിൻ, അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേരെ അവർ നോക്കിയില്ലേ, അവർ നോക്കുന്നില്ലേ? മായുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല. മുകളിലൂടെ, ആകാശത്തിന്റെ നമ്മുടെ മുകളിലൂടെ പറന്നു പോകുന്ന, ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും വിടർത്തിക്കൊണ്ടുമൊക്കെ പറന്നു പോകുന്ന
ആ പക്ഷികളെ മാ യുംസിക്കുഹുന്ന, അവരെ പിടിച്ചു നിർത്തുന്നില്ല, അല്ലെങ്കിൽ അവരെ താങ്ങി നിർത്തുന്നില്ല, ഇല്ല റഹ്മാൻ, പരമകാരുണീകനായ അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല അവരെ താങ്ങി നിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, ഇന്നഹു തീർച്ചയായും അല്ലാഹു തആല ബികുല്ലി ശൈഇൻ എല്ലാ വസ്തുവെ കുറിച്ചും ബസീറുൻ കണ്ടറിയുന്നവനാണ്. തീർച്ചയായും അല്ലാഹു തആല എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ആകാശ ലോകത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികളെ കാണാത്ത ദിവസങ്ങളില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. അന്തരീക്ഷത്തിലൂടെ നമുക്കൊന്നും കഴിയാത്ത വിധത്തിൽ പാറിപ്പറക്കുന്ന ഈ പക്ഷികളൊക്കെ അള്ളാഹുവിന്റെ മഹനീയമായ സൃഷ്ടി വൈഭവത്തിന്റെ വലിയ ഒരു അത്ഭുതമാണ്. കാരണം എന്താ? ആ പറക്കലുകളിൽ ഒരിക്കലും ആ പക്ഷികളൊന്നും മറയുന്നില്ല, അവര് വീണു പോകുന്നില്ല. അവര് വീണു പോവുകയോ മറയുകയോ ചെയ്യാതെ അവരെ താങ്ങി നിർത്തുന്നത് ആരാണ്? മുകളിൽ നിന്ന് ആരെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ താഴെ ഭൂമിയിൽ നിന്ന് അതിനെ താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതിനെ കൃത്യമായി പിടിച്ചു വെക്കുന്നത് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, പരമകാരുണീകനായ അള്ളാഹുവാണ് അതിനെ താങ്ങി നിർത്തുന്നത്. പക്ഷികൾക്ക് കൃത്യമായി അന്തരീക്ഷത്തിലൂടെ പറന്ന് ഉല്ലസിക്കുവാൻ അതിനുള്ള കൃത്യമായ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് റഹ്മാനായ റബ്ബാണ്. കാരണം ഈ പക്ഷികളെ മുഴുവനും പറക്കാൻ കഴിയുന്ന വിധത്തിലാണ് അള്ളാഹു അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ ശരീരത്തിനെ ആ നിലക്കാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. പറക്കാൻ കഴിയുന്ന വിധത്തിലാണ്. സത്യവിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറുള്ള, അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്ന കൃത്യമായ ബോധ്യമുള്ള മുഴുവൻ ആളുകൾക്കും പക്ഷികളുടെ സൃഷ്ടിപ്പിലും അതിന്റെ പറക്കലുകളിലുമൊക്കെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ഓരോ പറവകളും കരുണാവാരിധിയായ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് പറക്കുന്നത്. ആ അള്ളാഹുവാണ് ആ ജീവികൾക്ക് പറക്കാൻ യോഗ്യമായ ഘടനകളെയും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഓരോ പറവകൾക്കും പറക്കാനുള്ള മാർഗം പഠിപ്പിച്ചതാരാണ്? അതിന്റെ തള്ളകളല്ല കുഞ്ഞുങ്ങൾക്ക് പറക്കാനുള്ള കഴിവ് പഠിപ്പിച്ചു കൊടുത്തത്. അതെല്ലാം റഹ്മാനായ റബ്ബാണ്. മാർഗം കൊടുത്തത് അവനാണ്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അതിനെ താങ്ങി നിർത്താൻ ഒരാളുമില്ല, അത് റഹ്മാനായിരിക്കുന്ന റബ്ബ് മാത്രമാണ് എന്ന് നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. പറക്കുന്നവയെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തുന്നതും അല്ലാഹുവാണ്. ആ റബ്ബ് തആല അവന്റെ ആ സംരക്ഷണം എപ്പോൾ പിൻവലിക്കുന്നുവോ, പക്ഷികൾക്ക് പറക്കാനുള്ള ആ സംരക്ഷണം അല്ലാഹു എപ്പോൾ പിൻവലിച്ചാലും ആ സമയം അവർ മണ്ണിലേക്ക് പതിക്കും. ചുരുക്കത്തിൽ അല്ലാഹു തആല ഈ ആയത്തിലൂടെ അള്ളാഹുവിന്റെ അപാരമായിരിക്കുന്ന കഴിവുകളെ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാണ് എന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അലം യറൗ ഇല ത്വയ്രി മുസഖറാതിൻ ഫീ ജവ്വിസ് സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. അന്തരീക്ഷത്തിൽ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കുന്നില്ലേ? അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അതിനെ താങ്ങി നിർത്തുന്നത് അള്ളാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. ഓരോ പക്ഷികളെ കാണുമ്പോഴും അതിന്റെ പറക്കലുകൾ കാണുമ്പോഴും വിശ്വാസികളാകുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടാൻ, വിശ്വാസികളാകുന്ന ആളുകൾക്ക് കൃത്യമായ ദൃഷ്ടാന്തം അതിലുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് 20-ാമത്തെ വചനത്തിൽ മറ്റൊരു കാര്യം അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖ. അമ്മൻ അതല്ല ആരാണ്? അമ്മൻ അതല്ല ആരാണ്? ഹാദ ഇങ്ങനെയുള്ളവൻ, അല്ലെങ്കിൽ ഹാദ ഇവൻ, അല്ലദി അതായത് ഒരുവൻ, ഹുവ അവൻ, ജുന്ദുൻ സൈന്യമാണ് അല്ലെങ്കിൽ പട്ടാളമാണ്, ലക്കും നിങ്ങൾക്ക്, യൻസുറുക്കും നിങ്ങളെ സഹായിക്കുന്ന, യൻസുർ സഹായിക്കുന്ന, കും നിങ്ങളെ,
മിൻ ദൂനി റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് പുറമെ, പരമകാരുണീകന് പുറമെ, ഇനിൽ കാഫിറൂന, അവിശ്വാസികളല്ല, ഇല്ലാ ഫീ ഖുറൂർ, ഖുറൂർ വഞ്ചന, ഇല്ലാ ഫീ ഖുറൂർ വഞ്ചനയിലല്ലാതെയല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൻ ലകും യൻസുറുകും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. അതല്ല, പരമകാരുണീകന് പുറമെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു പട്ടാളമായിട്ടുള്ളവൻ ആരുണ്ട്? സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ആയത്തിന്റെ പദാർത്ഥവും അർത്ഥവും. ഇതിന്റെ ഉദ്ദേശം, മക്കയിലെ മുശ്രിക്കീങ്ങളാകുന്ന ആളുകൾ അവരുടെ സമ്പത്തിന്റെ കാര്യത്തിലും അവരുടെ ശക്തിയിലും ഒക്കെ ശക്തമായി അഹങ്കരിക്കുന്നവരായിരുന്നു. പല സൂറത്തുകളിലും ആയത്തുകളിലും നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്ത പലതിനെയും ആരാധിക്കുന്നവരായിരുന്നു അവർ, പലതിനെയും ആരാധിക്കുന്നവരായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ആ സമൂഹത്തോട് പറഞ്ഞപ്പോ, മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ ആരാധ്യർ തങ്ങൾക്ക് ധാരാളം നന്മകൾ നൽകുമെന്ന് ഒരു വാദം അവർക്കുണ്ടായിരുന്നു. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിച്ചിട്ട് യാതൊരു ഫലമില്ലെന്നും അള്ളാഹു അല്ലാത്ത ആരിൽ നിന്നും ഒരു സഹായവും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നും മക്കയിലെ മുശ്രിക്കീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ സഹായിക്കുവാൻ തക്ക ഏതൊരു സേനയാണ്, ഏതൊരു ജുന്താണ്, പട്ടാളക്കാരാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നു. അമ്മൻ ഹാദല്ലദീ ഹുവ ജുൻദുൻ ലകും യൻസുറുകും മിൻ ദൂനി റഹ്മാൻ, പരമകാരുണീകനായ അള്ളാഹുവിനെ പുറമെ നിങ്ങളെ സഹായിക്കാൻ ഒരു പട്ടാളമായിട്ടുള്ള ആരാണ് ഉള്ളത്? അള്ളാഹുവിനെ പുറമെ നിങ്ങൾ പലതിനെയും ആരാധിക്കുന്നു, പലതിനോട് നിങ്ങൾ സഹായം തേടുന്നു, പലതിനും നിങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തുന്നു. അള്ളാഹുവിന് പുറമെ ഏത് പട്ടാളമാണോ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവുക? എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇല്ല, അള്ളാഹു അല്ലാതെ ഒരാളും സഹായത്തിനുണ്ടാവുകയില്ല. പക്ഷേ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ, അവർ വഞ്ചിതരായിരിക്കുക മാത്രമാണ്. എല്ലാം തരുന്ന, എല്ലാവരെയും സഹായിക്കുന്ന, അള്ളാഹുവിനെ വിട്ട് യാതൊന്നും തരാത്ത, ഒരു നിലക്കും സഹായിക്കാൻ കഴിയാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ നടത്താൻ കഴിയാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്കൊന്നും യാതൊരു കഴിവും ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് അത് നിരർത്ഥകമാണ് എന്ന് അള്ളാഹു തആല ഈ ആയത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇതൊരു പാഠമാണ്. അള്ളാഹു അല്ലാത്ത ആരാധിച്ചാലും ആരോട് വിളിച്ചു തേടിയാലും പ്രാർത്ഥിച്ചാലും അവരാരും സഹായത്തിനുണ്ടാവുകയില്ല. തുടർന്ന് അള്ളാഹു തആല മറ്റൊരു കാര്യവും കൂടെ 21-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹു ബൽ ലജ്ജൂ ഫീ ഉതുവ്വിൻ വനുഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്, അമ്മൻ ഹാദാ, അതല്ല ഇവനാരാണ്, അല്ലദീ യർസുഖുകും, അതായത് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന, ഇൻ അംസക, അവൻ പിടിച്ചുവെക്കുന്ന പക്ഷം, റിസ്ഖഹു, അവന്റെ ആഹാരം, അതല്ലെങ്കിൽ അള്ളാഹു അവന്റെ ഉപജീവനം നിർത്തിവച്ചാൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി ആരുണ്ട്? അതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അമൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹു, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ആ ഉപജീവനം അവനങ്ങ് തടഞ്ഞു വെച്ചാൽ, അവൻ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് പിടിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുമോ കൂട്ടരെ? അത് പിടിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ലല്ലോ. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ, പക്ഷേ ബല്ലജ്ജു, എന്നാൽ അവൻ ഷടിച്ചു നിൽക്കുകയാണ്, മനുഷ്യൻ ഷടിച്ചു നിൽക്കുകയാണ്. ഫീ ഉതുവ്വിൻ, ധിക്കാരത്തിലും, വനുഫൂർ, വെറുപ്പിലുമായി അവൻ ഷടിച്ചു നിൽക്കുകയാണ്. ധിക്കാരത്തിലും വെറുപ്പിലും മുഴുകിയിരിക്കുകയാണ് മനുഷ്യൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലോകത്തിലെ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ, അള്ളാഹുവിന്റെ സൃഷ്ടികളായി മനുഷ്യരും അല്ലാത്തതുമായ കോടാനക്കോടി സൃഷ്ടികളുണ്ട്. നമുക്ക് പരിചയമുള്ള, നമ്മൾ കണ്ടിട്ടുള്ള, കാണാത്ത എത്രയോ സൃഷ്ടികളുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും അന്നം നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അവന്റെ ആ ഉപജീവനം എങ്ങാനും ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇല്ല, ഒരാൾക്കും കഴിയില്ല.
എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ? ഈ ആയത്തിലൂടെ അല്ലാഹു തആല അവന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്, ഓരോ ദിവസവും നാം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്, നാം കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയതാണോ? നാം കുടിക്കുന്ന വെള്ളം നമ്മൾ ഉണ്ടാക്കിയതാണോ? എന്റെ വെള്ളാണ്, എന്റെ ഭക്ഷണമെന്നും പറഞ്ഞ് നമ്മൾ കുടിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. നാം ഇന്ന് കഴിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ പോകുന്ന ആ ഭക്ഷണം അത് നമ്മൾ കൃഷി ചെയ്തതാണോ? അല്ല. ആരാണ് കൃഷി ചെയ്തതെന്ന് നമ്മൾ അറിയില്ല. ആ കർഷകൻ അവന്റെ കഴിവ് കൊണ്ടാണോ ആ ഭക്ഷണം ഉണ്ടാക്കിയത്? അല്ല. അവിടെയും അള്ളാഹുവിന്റെ ഇടപെടലുകളുണ്ട്. ആരോ എവിടെയോ കൃഷി ചെയ്ത ഭക്ഷണമാണ് ഞാനും നിങ്ങളും കഴിക്കുന്നത്, നമ്മുടെ തീന്മേശയിൽ എത്തിയിട്ടുള്ളത്, നമ്മുടെ വിശപ്പകറ്റുന്നത്. നമ്മുടെ ഭക്ഷണം പോലും സ്വയം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സൃഷ്ടിയാണ്, ദുർബലനായ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും എന്ന ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ സ്വന്തം ഭക്ഷണം പോലും സ്വയം ഉണ്ടാക്കാൻ കഴിയാത്ത നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക? അപ്പോൾ യഥാർത്ഥത്തിൽ ഉപജീവനം നൽകുന്നവൻ, അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നവൻ റഹ്മാനായ റബ്ബാണ്. അള്ളാഹുവിൽ നിന്നല്ലാതെ യാതൊരു അനുഗ്രഹവും അടിമകളാകുന്ന എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ സാധ്യമല്ല. ഇതെന്തിനാ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്? ഇതിലേക്ക് എന്തിനാ നമ്മുടെ ശ്രദ്ധ അല്ലാഹു തആല ക്ഷണിച്ചത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വന്തം ഭക്ഷണം പോലും ഉണ്ടാക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ, അതെല്ലാം നൽകുന്നത് റഹ്മാനായ റബ്ബാണെങ്കിൽ, നിങ്ങളുടെ ആരാധന അള്ളാഹുവിന് മാത്രമാകണം. ആ ആരാധനക്കുള്ള യഥാർത്ഥ അവകാശി അള്ളാഹു മാത്രമാണ്. ഏതൊരു മനുഷ്യനിക്കും കൃത്യമായി ചിന്തിച്ചാൽ, തലച്ചോറ് കൊടുത്ത് ആലോചിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നിട്ട് കൂടി, ഇതെല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം അത് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതല്ല, അത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഈ ഒരു തുള്ളി വെള്ളം പോലും സൃഷ്ടിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടും പക്ഷേ മനുഷ്യർ അവർ ധിക്കാരത്തിലാണ്, അവർ വെറുപ്പിൽ മുഴുകിയിരിക്കുകയാണ്, സത്യത്തെ ധിക്കരിച്ചും വെറുത്ത് കഴിഞ്ഞുകൂടുകയാണ് അത്തരത്തിലുള്ള മനുഷ്യർ എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ധിക്കാര സ്വഭാവം വേണ്ട. അള്ളാഹുവിന്റെ സത്യത്തെ ധിക്കരിക്കാൻ നീ പോകണ്ട, വെറുപ്പിലൂടെ കഴിയണ്ട. ഓരോ അന്നം കടിക്കുമ്പോഴും, ഓരോ തുള്ളി വെള്ളം കുടിക്കുമ്പോഴും റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള സ്മരണ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നന്ദിയുള്ളവനായി നീ തീരണം എന്ന മഹനീയമായ ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 21-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. أمن يمشي سويا على صراط مستقيم. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് നമ്മോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അഫമൻ യംശി, എന്നാൽ നടക്കുന്നവനാണോ? യംശി നടക്കുക, അഫമൻ യംശി നടക്കുന്നവനാണോ? മുകിബ്ബൻ കമിഴ്ന്നുകൊണ്ട്, മറിഞ്ഞ് നടക്കുന്നവനാണോ? അലാ വജ്ഹി എങ്ങനെ തന്റെ മുഖത്തിന്റെ മേൽ മുഖം കുത്തി കമിഴ്ന്നു വീണ് നടക്കുന്നവനാണോ? അഹദ കൂടുതൽ സന്മാർഗം പ്രാപിച്ചവൻ? മുഖത്തിന്റെ മേൽ മുഖം നിലത്തു കുത്തി നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിച്ചവൻ? അതല്ല, അമ്മൻ യംശി നടക്കുന്നവനാണോ? സവിയൻ നേരെ ശരിയായ രീതിയിൽ, അലാ സിറാത്തിൻ മാർഗത്തിലൂടെ, പാതയിലൂടെ, മുസ്തഖീം നേരായ ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്ക് നടക്കുന്നവനാണോ? അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹി അഹ്ദ അമ്മൻ യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ മുഖം നിലത്തുകുത്തി നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അതല്ല, നേരെയുള്ള പാതയിലൂടെ ശരിക്ക് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അത് വല്ലാത്തൊരു ചോദ്യമാണ്. നേർക്ക് നേരെ ചൊവ്വായ മാർഗത്തിലൂടെ ശരിക്ക് നടന്നു പോകുന്നവൻ അവൻ, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വക്രമായ വഴിയിലൂടെ, വളഞ്ഞു തിരിഞ്ഞ വഴികളിലൂടെ കുത്തിയും മറിഞ്ഞും വീണ് ഉരുണ്ടങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ. ഇത് രണ്ടാളും ഒരുപോലെയാകുമോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. നേർക്ക് നേരെയുള്ള വഴിയിലൂടെ നേർക്ക് നടന്നു പോകുന്നവനും വളഞ്ഞ വഴിയിലൂടെ കുത്തിമറിഞ്ഞു വീണുകൊണ്ട് നടന്നു പോകുന്ന ആളും ഒരേപോലെയാകുമോ? ഇവരിൽ ആരാണ് യഥാർത്ഥമായ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായ സമയത്ത് എത്തിച്ചേരുക? ഏതൊരു ബുദ്ധിയുള്ള ആളും പറയും നേരായ വഴിയിലൂടെ നേർക്ക് നേരെ നടന്നു പോകുന്നവനാണ്, സഞ്ചരിക്കുന്നവനാണ് എന്ന്. ഇതിലൂടെ അള്ളാഹു നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സത്യവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കൃത്യമായ ഉദാഹരണമാണിത്. ഒരു മനുഷ്യൻ സത്യത്തെ ധിക്കരിച്ചു, വെറുത്ത് അള്ളാഹുവിനെ ചോദ്യം ചെയ്ത്, മതമില്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ പരിഹസിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ അംഗീകരിക്കാതെ
തോന്നിയതുപോലെ വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങനെ കുത്തിമറിഞ്ഞ് വീണും എഴുന്നേറ്റും അങ്ങനെ പോകുന്നുണ്ട് ഒരു മനുഷ്യൻ. മറ്റൊരു മനുഷ്യനോ നേരായ മാർഗം ഇന്നതാണെന്നറിയാം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കൃത്യമായ മാർഗത്തിലൂടെ നടന്നു പോകുന്ന വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ, ഇവർ രണ്ടുപേരും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. നേർക്ക് നേരെയുള്ള വഴികളിലൂടെ നടന്നു പോകുന്നവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പെട്ടെന്ന് എത്തിച്ചേരാൻ സാധ്യമാകും. അതേപോലെ സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് അവരുടെ ലക്ഷ്യമാകുന്ന സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ സാധ്യമാകുമെന്നും, എന്നാൽ കുത്തിമറിഞ്ഞ് വീണ് മുഖം നിലത്തുകുത്തി നടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ സ്വീകരിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഒരിക്കലും അവരുടെ ലക്ഷ്യമാകുന്ന സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധ്യമാവുകയില്ല. അവർക്കൊരിക്കലും രക്ഷയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. തുടർന്ന് قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. ഖുൽ പറയുക, ഹുവ الذي أنشأكم, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. അൻഷഅക്കും, നിങ്ങളെ ഉണ്ടാക്കിയത്, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത് അവനാകുന്നു എന്ന് പറയുക. വജഅല ലക്കും, നിങ്ങൾക്ക് ആക്കിത്തരികയും ചെയ്തു, നിങ്ങൾക്ക് സംവിധാനിച്ച് ഏർപ്പെടുത്തി തരികയും ചെയ്തു. അസ്സംഅ, കേൾവിയെയും, വൽ അബ്സ്വാറ, കാഴ്ചകളെയും കണ്ണുകളെയും. അബ്സ്വാർ കാഴ്ചകൾ, സംഅ കേൾവി, വൽ അഫ്ഇദ ഹൃദയങ്ങളും. ഖലീലമ്മ എന്നാൽ കുറച്ച് മാത്രമാണ് തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നത്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. പറയുക, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ അള്ളാഹുവാണ്. പക്ഷേ ഖലീലൻ മാ തഷ്കുറൂൻ, കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. സൂറത്തുൽ മുൽക്ക് എന്ന ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ കുറിച്ച്, അവന്റെ അനുഗ്രഹത്തെ കുറിച്ച്, അവന്റെ കാരുണ്യത്തെയും ബോധ്യപ്പെടുത്തി. പക്ഷേ മക്കയിലെ സത്യനിഷേധികളാകുന്ന ആളുകൾ അതൊന്നും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചുണ്ടാക്കുകയും അവർക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവനെന്ന കാര്യം പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അള്ളാഹുവാണ് കേൾവി തന്നത്, അവനാണ് കാഴ്ചകൾ ഏർപ്പെടുത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെയെല്ലാം കേൾവിയെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാം. അള്ളാഹുവാണ് കേൾവി തന്നത്, കാഴ്ചകൾ ഏർപ്പെടുത്തിയത്. പക്ഷെ അവിടെയെല്ലാം കേൾവിയെ ആദ്യം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അല്ലാഹു തആല. ഇവിടെയും വജഅല ലക്കുമുസ് സമഅ, അള്ളാഹു നിങ്ങൾക്ക് കേൾവിയെ ഏർപ്പെടുത്തി, എന്നിട്ടാണ് കാഴ്ചയെയും അതേ പ്രകാരം ഹൃദയത്തെയും പറഞ്ഞിട്ടുള്ളത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, അത് മതപരമായിരുന്നാലും അതല്ലെങ്കിൽ ഭൗതികപരമായിരുന്നാലും, കാഴ്ചകളേക്കാൾ പ്രധാനം കേൾവിക്കാണ്. കാഴ്ചകളെക്കാളും വളരെ പ്രധാനമുണ്ട് കേൾവിക്ക്. സ്വഹാബികളുടെ കാലം മുതൽ ഇക്കാലം വരെയുള്ള ധാരാളം കാഴ്ചയില്ലാത്ത മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, വലിയ വലിയ ഖാരിഈങ്ങൾ, പലരെയും നമുക്ക് ചരിത്രത്തിൽ വാഴിച്ചെടുക്കാൻ കഴിയുന്നു. അതുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾവിയെ ആദ്യം പറഞ്ഞത്. ഒരു കുഞ്ഞു മാതാവിന്റെ വയറ്റിൽ രൂപപ്പെട്ടു വരുമ്പോൾ തന്നെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കേൾവിയാണ് നൽകുന്നത് എന്ന് കാണാൻ കഴിയും. അല്ലാഹു അഅലം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, സൃഷ്ടിച്ചുണ്ടാക്കിയത്, നമുക്ക് കേൾവി നൽകുന്നത്, നമുക്ക് കാഴ്ചകൾ നൽകിയത്, നമുക്ക് ഹൃദയം രൂപപ്പെടുത്തി തരികയും ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഖലീലൻ മാ തഷ്കുറൂൻ, പക്ഷേ ഇതെല്ലാം നൽകിയത് അല്ലാഹു ആയിരിക്കെ, അല്ലാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്ന ആളുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. ആ കുറച്ചിൽ ഖലീലൻ മാ തഷ്കുറൂൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് കഴിയണം.
അള്ളാഹു എണ്ണിയാൽ തീരാത്ത നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിഅമത്തുകൾക്ക് വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കണം, ഒരിക്കലും നന്ദി കേട് കാണിക്കരുത്. ലഇൻ ശകർതും ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ഓർക്കുകയും പഠിക്കുകയും അത് മുഖേന അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവനെ ആരാധിക്കുവാനും സ്വർഗം നേടിയെടുക്കുവാനും ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.